നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. പിതൃമോക്ഷം തേടി പിതൃതർപ്പണം നടത്തി നിരവധി പേർ. ക്ഷേത്രങ്ങളിൽ വൻ തിരക്ക്. വലിയ നോമ്പാചരണത്തിന്റെ തുടക്കം കുറിച്ച് ക്രൈസ്തവർ വിഭൂതി തിരുനാൾ ആചരിച്ചു. സ്വരാജ് ട്രോഫി പുരസ്കാരത്തിന് ജില്ലാതലത്തിൽ 1ാം സ്ഥാനം മുരിയാട് ഗ്രാമപഞ്ചായത്തിനും 2ാം സ്ഥാനം നന്മണിക്കര ഗ്രാമപഞ്ചായത്തിനും. പാലപ്പിള്ളിയിൽ വീട്ടുകാരെ മുൾമുനയിൽ നിർത്തി കാട്ടുകൊമ്പൻ. കുണ്ടായി ചക്കിപ്പറമ്പിലാണ് പാടിക്ക് സമീപമായിരുന്നു കാട്ടാനയുടെ പരാക്രമം. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. മറ്റത്തൂരിലെ കൊടുങ്ങച്ചെറിയുടെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്ന ആവശ്യമുയരുന്നു. ജലക്ഷാമം പരിഹരിക്കാനാകുമെന്ന് നാട്ടുകാർ. കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും പറപ്പൂക്കര പന്തല്ലൂർ ഇറിഗേഷൻ സംവിധാനം പ്രവർത്തിപ്പിക്കാത്തതിൽ പ്രതിഷേധവുമായി BJP. വിശദമായ വാർത്തകളിലേക്ക്. മഹാശിവരാത്രി നാളിൽ ഉപവാസമെടുത്തും ഉറക്കമൊഴിച്ചും വ്രതശുദ്ധി വരുത്തി നാടിന്റെ നാനാഭാഗങ്ങളിൽ ആയിരങ്ങൾ പിതൃതർപ്പണം നടത്തി. തങ്ങൾക്ക് മുന്നേ കടന്നുപോയ പിതൃമഹാരഥന്മാർക്കായി സ്നാനഘട്ടങ്ങളിൽ ബലിച്ചോർ അർപ്പിച്ച് അതിൽ എള്ളും പൂവും നീരും നൽകി പ്രിയപ്പെട്ടവർക്കായി നിരവധി പേർ തർപ്പണം നടത്തി. ശിവരാത്രി നാൾ രാത്രി മുതൽ തന്നെ പലയിടങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ തുടങ്ങിയിരുന്നു. പുലർച്ചെയോടെ നിരവധി പേരാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള തർപ്പണ ഘട്ടങ്ങളിൽ എത്തിയത്. എല്ലായിടത്തും തിരക്ക് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. ബലിതർപ്പണം നടത്തി പിതൃമോക്ഷ പുണ്യത്തിന്റെ സായുജ്യമടയാൻ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ കണ്ണീരോടെ എത്തിയിരുന്നു. ഓർമ്മകൾ ബലിച്ചോറായി തൂവി ഇനിയും അറ്റുപോകാത്ത ബന്ധങ്ങളുടെ ഓർമ്മകൾ മോതിരവിരലിൽ കറുകപ്പുല്ലുകൊണ്ടുള്ള പവിത്ര മോതിരമാക്കി പൂർവികർക്ക് ആയിരങ്ങൾ ബലിയൂട്ടി. തൃശൂർ ജില്ലയിലെ പ്രമുഖ സ്നാനഘട്ടങ്ങളിലും തർപ്പണക്കടവുകളിലും ബലിതർപ്പണത്തിന് നല്ല തിരക്ക് അനുഭവപ്പെട്ടു. പിതൃമോക്ഷ പുണ്യം തേടി നൂറുകണക്കിന് ആളുകൾ ആറാട്ടുപുഴ മന്ദാരക്കടവിൽ ബലിതർപ്പണം നടത്തി. മൺമറഞ്ഞ പൂർവികരെ മനസ്സിൽ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും നിരവധി പേരാണ് മന്ദാരക്കടവിലെത്തിയത്. വ്രതാനുഷ്ഠാനങ്ങളോടെ പിതൃബലി അർപ്പിക്കാൻ എത്തിയ ഭക്തർക്കായി എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. പുലർച്ചെ മുതൽ ചടങ്ങുകൾ തുടങ്ങിയിരുന്നു. പരികർമ്മികൾ ചൊല്ലിക്കൊടുത്ത മന്ത്രാക്ഷരങ്ങൾ ഏറ്റുചൊല്ലി പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തറകളിൽ നൂറുകണക്കിന് ആളുകൾ ബലിതർപ്പണം നടത്തി പിതൃമോക്ഷം നേടി. തിലഹോമം, പുഷ്പാഞ്ജലി, എള്ളുതിരി, കൂവളപ്പറ എന്നിവയും ഒരുക്കിയിരുന്നു. ആറാട്ടുപുഴ മന്ദരക്കടവ് ശിവരാത്രി ആഘോഷ സമിതി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. മഹാശിവരാത്രി നാളിൽ ഉപവസിച്ചും ഉറക്കമൊഴിഞ്ഞും നിരവധി പേർ പുതുക്കാട് തെക്കേത്തുറവ് നരിപ്പറ്റ ശിവക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തി. പിതൃമോക്ഷ പുണ്യത്തിന്റെ സായുജ്യമടഞ്ഞു. തിങ്കളാഴ്ച പുലർച്ചെ മുതൽ ക്ഷേത്രക്കടവിലാണ് ബലിതർപ്പണത്തിന് സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത്. അമ്പാടി ശാന്തി നേതൃത്വം നൽകി. പിതൃമോക്ഷത്തിനായി നിരവധി പേർ മണലി രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്തി. ഗണപതി ഹോമം, നിറമാല, ചുറ്റുവിളക്ക്, മറ്റ് ക്ഷേത്ര ചടങ്ങുകളും നടത്തി. ജയൻ ശാന്തി ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റ് ഹരികൃഷ്ണൻ, സെക്രട്ടറി സുനിൽ മാപ്രാണത്ത്, കമ്മിറ്റി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ചെമ്പുച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രിയോടനുബന്ധിച്ച് നടന്ന ബലിതർപ്പണത്തിന് വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകളാണ് പിതൃബലി ചെയ്ത് അനുഗ്രഹം തേടിയത്. ക്ഷേത്രം മേൽശാന്തി മനോജ് ശാന്തി കാർമ്മികത്വം വഹിച്ചു. വലിയ നോമ്പാചരണത്തിന്റെ തുടക്കം കുറിച്ച് ക്രൈസ്തവർ വിഭൂതി തിരുനാൾ ആചരിച്ചു. തിങ്കളാഴ്ച രാവിലെ ദേവാലയങ്ങളിൽ നടന്ന വിഭൂതി ദിനാചരണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. പുരോഹിതൻ വിശ്വാസികളുടെ നെറ്റിയിൽ കരിക്കുറി വരച്ചു നൽകുന്നതാണ് പ്രധാന ചടങ്ങ്. വലിയ നോമ്പിന്റെ ആരംഭമായ വിഭൂതി ദിനം മാനസാന്തരത്തിന്റെയും ജീവിത നവീകരണത്തിന്റെയും അവസരമായാണ് വിശ്വാസികൾ കാണുന്നത്. പശ്ചാത്താപത്തിന്റെ ബാഹ്യ ചിഹ്നമായാണ് വിഭൂതി ദിനത്തിൽ നെറ്റിയിൽ ചാരം പൂശുന്നത്. എളിമപ്പെടലിന്റെയും അനുതാപത്തിന്റെയും അടയാളമാണിത്. വിശ്വാസ ജീവിതത്തിന് നവചൈതന്യം കൈവരിക്കാൻ തുടക്കം കുറിക്കുന്ന ദിവസമാണ് കുരിശുവര തിരുനാൾ. പാതിനോമ്പ്, 40-ാം വെള്ളി, പെസഹ വ്യാഴം, ദുഃഖവെള്ളി, ഉയിർപ്പ് ഞായർ തുടങ്ങിയ പ്രത്യേക ദിവസങ്ങൾ
50 നോമ്പിന്റെ ഭാഗമാണ്. 50 ദിവസമാണ് നോമ്പാചരണം. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ വിഭൂതി തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് വല്ലൂരാൻ, അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ, ഫാദർ ക്ലിൻസൺ കാട്ടിപ്പറമ്പ്, ഫാദർ ജിസോ കുറ്റിക്കാട്ട് എന്നിവർ സഹകാർമ്മികരായി. ജീവിതത്തിലുണ്ടായിട്ടുള്ള തെറ്റുകളിൽ നിന്ന് മാറി ആത്മീയ ചൈതന്യത്തിൽ സത്യമായ നീതിയിലും വിശുദ്ധിയിലും ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സർവേശ്വരന്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും എളിമയുടെ പ്രതീകമായി നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് അഭിവന്ദ്യ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് വിഭൂതി തിരുനാൾ സന്ദേശത്തിൽ പറഞ്ഞു. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ വിഭൂതി തിരുനാൾ ആചരിച്ചു. നെറ്റിയിൽ കരിക്കുറി വരച്ചുകൊണ്ടാണ് വിഭൂതി തിരുനാൾ ആചരിച്ചത്. അടിവാരം പള്ളിയിൽ തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ടും സഹവികാരി ഫാദർ ടോം പുള്ളോലിലും കാർമ്മികരായി. കുരിശുമുടിയിൽ സഹകാർമ്മികൻ ഫാദർ ജോഷി കോമ്പാറ്റക്കാരൻ കാർമ്മികനായി. രണ്ടായിരത്തി 24-25 വർഷത്തെ തൃശൂർ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി പുരസ്കാരത്തിന് ജില്ലാതലത്തിൽ 1ാം സ്ഥാനം മുരിയാട് ഗ്രാമപഞ്ചായത്തിനും 2ാം സ്ഥാനം നന്മണിക്കര ഗ്രാമപഞ്ചായത്തിനും ലഭിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് സ്വരാജ് ട്രോഫി പുരസ്കാരം. തുടർച്ചയായി 4ാം വർഷമാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് നേട്ടം സ്വന്തമാക്കുന്നത്. ഇത്തവണ സംസ്ഥാന തലത്തിൽ ഏറ്റവും മികച്ച 2ാമത്തെ ബ്ലോക്ക് പഞ്ചായത്തായാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. മുൻ പ്രസിഡന്റുമാരായ MR രഞ്ജിത്ത്, KM ചന്ദ്രൻ എന്നിവരുടെ പ്രവർത്തനങ്ങൾക്ക് കൂടി ലഭിച്ച അംഗീകാരമാണ് ഇത്. വനിതാ ശാസ്ത്രീകരണ പദ്ധതിയായ ഷീ വർക്ക് സ്പേസ്, ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ, സദ്ഭരണം, മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചാണ് കൊടകര ബ്ലോക്ക് അംഗീകാരത്തിന് അർഹമായത്. തൃശൂർ ജില്ലയിലെ മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി മുരിയാടിനും നെന്മണിക്കരയ്ക്കും ലഭിച്ചു. മുരിയാടിനാണ് 1ാം സ്ഥാനം. 2024-25 സാമ്പത്തിക വർഷം പ്രസിഡന്റ് ജോസ് ചിറ്റിലപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാതൃകാ പദ്ധതികൾ പരിഗണിച്ചാണ് അവാർഡ് ലഭിച്ചത്. 20 ലക്ഷം രൂപ പഞ്ചായത്തിന് പാരിതോഷികമായി ലഭിക്കും. 2ാം സ്ഥാനം നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിനാണ്. മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ, സദ്ഭരണം, ബാലസൗഹൃദ പ്രവർത്തനങ്ങൾ, ലൈഫ് പദ്ധതിയിലെ ഇടപെടലുകൾ, പദ്ധതി തുക പരമാവധി പ്രയോജനപ്പെടുത്തൽ, 100% ടാക്സ് പിരിവ്, 9 മുതൽ 24 വയസ്സുവരെയുള്ള പെൺകുട്ടികൾക്കായി ഏർപ്പെടുത്തിയ സെർവിക്കൽ ക്യാൻസർ പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ പരിഗണിച്ചാണ് അവാർഡ് ലഭിച്ചത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ പ്രസിഡന്റ് TS ബൈജുവിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മാതൃകാ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നു. പാലപ്പിള്ളിയിൽ വീട്ടുകാരെ മുൾമുനയിൽ നിർത്തി കാട്ടുകൊമ്പൻ. പാലപ്പിള്ളി കുണ്ടായി ചക്കിപ്പറമ്പിലാണ് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാഡിക്ക് സമീപമായിരുന്നു കാട്ടാനയുടെ പരാക്രമം. ഞായറാഴ്ച രാത്രി 11 മണിയോടെയാണ് ആന പാടിയിലെത്തിയത്. 4 കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. 1 മണിക്കൂറിലേറെ പാടികൾക്ക് പുറകിൽ നിലയുറപ്പിച്ച ആന വാഴകൾ നശിപ്പിച്ചു. ആന ഇറങ്ങിയതറിഞ്ഞ വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. ഏതു സമയത്തും ആന വീടിന് നേരെ തിരിയുമെന്ന ആശങ്കയിലായ വീട്ടുകാർ സമീപത്തെ തോട്ടിലേക്ക് മാറി നിൽക്കുകയായിരുന്നു. ഇതിനിടെ പാട്ടകൊട്ടിയും തീയിട്ടും ആനയെ അകറ്റാൻ ശ്രമം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതിനിടെ വീട്ടുകാർ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ആനയുടെ ദൃശ്യങ്ങൾ പകർത്തി വനം വകുപ്പ് അധികൃതർക്ക് അയച്ചു കൊടുത്തു. പിന്നീട് പാലപ്പള്ളിയിൽ നിന്നും വനപാലകരെത്തിയാണ് ആനയെ കാടുകയറ്റിയത്. കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാൻ പ്രദേശത്ത് സോളാർ വേലി സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി വനം വകുപ്പ് അറിയിച്ചു. 14 കിലോമീറ്ററാണ് വേലി സ്ഥാപിക്കുന്നത്. എന്നാൽ വനം വകുപ്പ് സ്ഥാപിക്കുന്ന സോളാർ വേലി നാട്ടുകാർക്ക് ഉപയോഗപ്രദമാകില്ലെന്നും പൂർണ്ണമായും വനാതിർത്തികൾ അടച്ച് വേലി നിർമ്മിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കാട്ടാന ശല്യം രൂക്ഷമായ മേഖലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കാൻ ജില്ലാ ഭരണകൂടം ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അൾട്രാ വയലറ്റ് വികിരണത്തിന്റെ തോത് അപകടകരമായ രീതിയിൽ ഉയരുന്ന സാഹചര്യത്തിൽ ഒല്ലൂരിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒല്ലൂരിന് പുറമെ കൊട്ടാരക്കര,
ചങ്ങനാശ്ശേരി, തൃത്താല, മാനന്തവാടി എന്നിവിടങ്ങളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിലെ കണക്കനുസരിച്ച് ഇടുക്കി ജില്ലയിലെ മൂന്നാർ, ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ, പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്നിവിടങ്ങളിൽ ഏറ്റവും ഉയർന്ന UV ഇൻഡെക്സ് രേഖപ്പെടുത്തി. ഇവിടെ ജാഗ്രതയുടെ ഭാഗമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യതാപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പൊതുജനങ്ങൾ വിവിധ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തപ്പെടുന്നത്. അതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ, കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ, ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ, ബൈക്ക് യാത്രികർ, വിനോദസഞ്ചാരികൾ, ചർമ്മരോഗമുള്ളവർ, നേത്രരോഗമുള്ളവർ, ക്യാൻസർ രോഗികൾ, മറ്റ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേകം ജാഗ്രത പാലിക്കണം. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 14ാം പഞ്ചവത്സര പദ്ധതിയിലെ 2026-27 വാർഷിക പദ്ധതിയുടെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം EA ഓമന ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജെറോം ജോൺ, അമൃത സുനിൽ, റെജി ജോർജ്, KS ഫവാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപേടിക, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സന്ദീപ് കണിയത്ത്, സംഗീത ദിവാകരൻ പാലോളി, പഞ്ചായത്ത് സെക്രട്ടറി VV പ്രതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തിലെ വികസന രേഖ തയ്യാറാക്കിക്കൊണ്ട് ഈ വികസന സെമിനാറിൽ കരട് വികസന രേഖ അവതരിപ്പിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, അധികാര വികേന്ദ്രീകരണത്തിന് ശേഷം പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന് 1995 അധികാര വികേന്ദ്രീകരണം വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഭരണസമിതികൾ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും വരികയുണ്ടായി. അതിനുശേഷം 1996 ഏറ്റവും ആദ്യത്തെ വികസന സെമിനാർ ഗ്രാമപഞ്ചായത്ത് തലങ്ങളിൽ നടന്നത്. ഇന്ന് നമ്മളിവിടെ ഈ വികസന സെമിനാർ നമ്മളിവിടെ നടത്തുമ്പോൾ ഏകദേശം 30 വർഷത്തെ പ്രവർത്തനവുമായിട്ടാണ്. 30 വർഷം ആവുകയാണ് നമ്മുടെ കേരളത്തിലെ പ്രാദേശിക സർക്കാരുകളായ ഗ്രാമപഞ്ചായത്തുകളിൽ വികസന സെമിനാറുകൾ ആരംഭിച്ചിട്ട്. അപ്പോൾ തന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അത്രയേറെ വികസന മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ മുഴുവൻ ഗ്രാമങ്ങളിലും നടന്നിട്ടുണ്ട്. കാരണം പഞ്ചായത്ത് രാജ് സംവിധാനം വഴി അധികാരവും അധികാരത്തോടൊപ്പം അധികാരശക്തിയും, അതായത് പണവും ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ നടപ്പിലായത് ഇവിടെയുള്ള പാവപ്പെട്ട ആളുകളുടെ, സാധാരണ ജനങ്ങളുടെ വികസന സ്വപ്നങ്ങളാണ്. നമ്മൾ അധികാരം ഏറ്റെടുത്തിട്ട് ആദ്യത്തെ വികസന സെമിനാറാണ്. 2025-26 പദ്ധതികൾ ഇംപ്ലിമെന്റേഷൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതധികം വൈകാതെ നമുക്ക് പൂർത്തീകരിക്കും. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇലക്ഷൻ ഡിക്ലറേഷനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ തകൃതിയായി ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുകയും അതിൽ നിന്നുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഇന്ന് വികസന സെമിനാറിലേക്ക് വന്നിരിക്കുന്നത്. കാരണം 20-25 തീയതിയോടുകൂടി നമുക്ക് അന്തിമ പദ്ധതി രേഖ തയ്യാറായി സാങ്ഷൻ വാങ്ങിക്കേണ്ടതുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ ഗ്രാമസഭയിലൂടെയും വർക്കിംഗ് ഗ്രൂപ്പുകളിലൂടെയും വന്നിരുന്നു. ഒരുപാട് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നമ്മുടെ ഫണ്ടിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ വർഷം ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് അതിൻ്റെ ഒരു കരട് പദ്ധതിയാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നിരിക്കുന്നത്. 2026-27 വർഷത്തെ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വികസന സെമിനാറാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം,
ഈ പുതിയ ഭരണസമിതി അധികാരമേറ്റ് 1-2 മാസമേ ആയിട്ടുള്ളൂ. തിടുക്കത്തിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ എത്രയും പെട്ടെന്ന് അംഗീകാരം വാങ്ങണമെന്ന് ഗവൺമെന്റിന്റെ നിർദ്ദേശം നമുക്കറിയാം. തെരഞ്ഞെടുപ്പ് മാർച്ച് മാസത്തോടുകൂടി പ്രഖ്യാപിക്കും. എത്രയും പെട്ടെന്ന് പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ പഞ്ചായത്തുകളെല്ലാം തന്നെ നടത്തണമെന്ന നിർദ്ദേശം വന്നപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായി വർക്കിംഗ് ഗ്രൂപ്പ് നമുക്ക് ഇവിടെ ഈ പഞ്ചായത്തിൽ ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടുത്തെ വർക്കിംഗ് ഗ്രൂപ്പിലൊക്കെ പങ്കെടുക്കുന്നു. മലയോര പഞ്ചായത്തായ മറ്റത്തൂരിലെ ഏറ്റവും വലിയ കുളങ്ങളിലൊന്നായ കൊടുങ്ങച്ചിറയുടെ 2ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്ന് ആവശ്യമുയരുന്നു. മറ്റത്തൂർ പഞ്ചായത്തിന്റെ കിഴക്കൻ മലയോര മേഖലയിലുള്ള കൊടുങ്ങച്ചിറ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. കൊച്ചി രാജവംശവുമായി ബന്ധപ്പെട്ടതാണ് ചിറയുടെ ചരിത്രം. അക്കാലത്ത് കൊച്ചി രാജാവിന്റെ നിർദ്ദേശപ്രകാരം നിർമ്മിക്കപ്പെട്ടതാണ് ചിറ. തൃപ്പൂണിത്തുറയിൽ നിന്ന് കൊടുങ്ങ കോവിലകത്തെത്തിയിരുന്ന രാജാവ് കോവിലകത്തിന്റെ മട്ടുപ്പാവിൽ കയറി കുളക്കരയിൽ വിഹരിക്കാനെത്തുന്ന വന്യമൃഗങ്ങളെ നോക്കിയിരിക്കാറുണ്ടെന്നാണ് പോയ തലമുറ പറയാറുള്ളത്. ഏറെക്കാലം അവഗണനയിൽ കിടന്ന കൊടുങ്ങച്ചിറയെ 1ാം ജനകീയ ആസൂത്രണ പദ്ധതി കാലത്ത് വീണ്ടെടുക്കാനുള്ള ശ്രമം നടന്നിരുന്നു. ചിറയുടെ വശങ്ങളിൽ കരിങ്കൽ കെട്ടി സംരക്ഷിക്കുകയാണ് അന്ന് ചെയ്തത്. പിന്നീട് 2 പതിറ്റാണ്ടിലേറെ അവഗണനയിൽ കിടന്ന ചിറ നവീകരിക്കണമെന്ന ആവശ്യം ഉയർന്നപ്പോഴാണ് മറ്റത്തൂർ പഞ്ചായത്ത് ഇതിനുള്ള നടപടിയുമായി മുന്നോട്ട് വന്നത്. 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 വർഷം മുൻപ് 20 ലക്ഷം രൂപ ചെലവിൽ ചിറ നവീകരിച്ചു. നവീകരിച്ച ചിറയുടെ സമർപ്പണ ചടങ്ങിൽ ചിറയുടെ 2ാം ഘട്ട വികസനത്തിനായി 20 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് പ്രഖ്യാപനമുണ്ടായെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്ന് കൊടുങ്ങ ചിറ സംരക്ഷണ കൂട്ടായ്മ പ്രതിനിധി PM ജോണി പറഞ്ഞു. മറ്റത്തൂർ പഞ്ചായത്തിലെ ഏറ്റവും വിസ്തൃതിയുള്ള കുളങ്ങളിൽ ഒന്നാണ് കൊടുങ്ങച്ചിറ കുളം. ഈ 2021-22 വർഷത്തിലെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇപ്പം ഈ കാണുന്ന പണിയൊന്ന് തുടങ്ങി വെച്ചത്. 4 വർഷമായിട്ട് ഇതുവരേക്കും അതിൻ്റെ തുടർ പണികൾ നടക്കാനോ ഈ കുളത്തിൻ്റെ ഇപ്പം തന്നെ പല സ്ഥലങ്ങളിലും ഇതിൻ്റെ ഓരോ കല്ലുകളൊക്കെ ഇളകിപ്പോയി, അല്ലെങ്കിൽ പണികളൊക്കെ അതിപ്പോൾ നിൽക്കണമല്ലോ, കണ്ടോ മരമൊക്കെ വീണ് ഇങ്ങനെ തെണ്ടുകളൊക്കെ ക്ഷതം വന്നു കൊടുക്കിയിട്ടുണ്ട്. ഈ കൊടുങ്ങച്ചിറയെ സംരക്ഷിച്ച് ഇപ്പോൾ തുടർന്നുള്ള ഈ കുടിവെള്ളത്തിൻ്റെ പരിഹാരം വരെ സംരക്ഷിക്കുന്ന ചിറനെ സംരക്ഷിക്കണം എന്നാണ് എനിക്ക് ഒരു നാട്ടുകാരൻ എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. ചിറയുടെ ഒരു വശത്ത് അവശേഷിക്കുന്ന കരിങ്കൽ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക, ചിറയ്ക്ക് ചുറ്റും നടപ്പാതയും ഉദ്യാനവും ഒരുക്കുക, മിനി മാസ്റ്റ് ലൈറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക, പഞ്ചായത്തിന്റെ പ്രാദേശിക ടൂറിസം ഭൂപടത്തിൽ ചിറയെ അടയാളപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കൊടുങ്ങച്ചിറ സംരക്ഷണ കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ. പറമ്പിന്റെ 2 കൂട്ടിലും കൂടിയിട്ട് ഈ കുളത്തിലേക്കുള്ള വഴി കൊടുത്തത് കൂടുതൽ പണികൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. കുറച്ച് 4 മാസമായിട്ട് പണികളൊന്നും കുളത്തിന്റെ ബാക്കിയുള്ള പണികൾക്ക് ഒരു നടപടി ആഗ്രഹിക്കുന്നു. വെള്ളിക്കുളം വലിയ തോട് പരിസരത്ത് ലിഫ്റ്റ് ഇറിഗേഷൻ സ്ഥാപിച്ച് കൊടുങ്ങച്ചിറയിലേക്ക് വെള്ളം പമ്പ് ചെയ്താൽ വേനലിൽ ചിറയിലെ ജലനിരപ്പ് നിലനിർത്താനാകുമെന്നും വേനലിൽ സമീപ പ്രദേശങ്ങളായ കുറിഞ്ഞിപ്പാടം, ഇണ്ണോട്, നായാട്ടുകുണ്ട്, ചൊക്കന എന്നിവിടങ്ങളിലെ ജലക്ഷാമം പരിഹരിക്കാൻ ചിറയിലെ വെള്ളം ഉപയോഗപ്പെടുത്തി പദ്ധതി ആവിഷ്കരിക്കാനാകുമെന്നും നാട്ടുകാർ പറയുന്നു. പറപ്പൂക്കര പഞ്ചായത്ത് പന്തല്ലൂർ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും പന്തല്ലൂർ ഇറിഗേഷൻ സംവിധാനം പ്രവർത്തിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് BJP 5-6 വാർഡുകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. BJP പറപ്പൂക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KK പ്രകാശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കർഷക മോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് തിലകൻ കിള്ളിക്കുളങ്ങര, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് അഷിത റീജു, ദിലീപൻ കാരണത്ത്, പവിത്രൻ, ശശി തച്ചമ്പുള്ളി, മിഥുൻ, സുധാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തോട്ടം തൊഴിലാളികളുടെ കൂലിയും അനുബന്ധ ആനുകൂല്യങ്ങൾ പ്ലാന്റേഷൻ ലേബർ കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പാലപ്പിള്ളി റബ്ബർ എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ AITUCയുടെ നേതൃത്വത്തിൽ വാഹന ജാഥ നടത്തി. CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറിയും പ്ലാന്റേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ CU പ്രിയൻ എച്ചിപ്പാറയിൽ നടന്ന ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. കാരിക്കുളത്ത് സമാപന യോഗം യൂണിയൻ പ്രസിഡന്റ് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ MA ജോയി ഉദ്ഘാടനം ചെയ്തു.
വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളായ KK രവി, PB മനോജ്, KK അബ്ദുൾ അസീസ്, CM സൈദലവി എന്നിവർ ജാഥയ്ക്ക് നേതൃത്വം നൽകി. കാരണം വന്യമൃഗങ്ങൾ, ആനയടക്കമുള്ള വന്യമൃഗങ്ങൾ ഈ നാട്ടിലിറങ്ങി വന്നുകൊണ്ട് ഈ തൊഴിലാളികളെ ഉപദ്രവിക്കുന്നതും ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ നിരവധി പേർ മരണപ്പെടുന്നു. വൈവിധ്യങ്ങളെയും പ്രകൃതിയെയും അംഗീകരിക്കുന്ന സംസ്കാരമാണ് മതനിരപേക്ഷതയെന്ന് മുൻ മന്ത്രി C. രവീന്ദ്രനാഥ് പറഞ്ഞു. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 75 വർഷം പിന്നിടുന്ന വേളയിൽ വിജ്ഞാന വികസനം തുടരട്ടെ, സോദരത്വം പുലരട്ടെ എന്ന സന്ദേശമുയർത്തി സംസ്ഥാന ലൈബ്രറി കൌൺസിൽ സംഘടിപ്പിച്ചു വരുന്ന റിപ്പബ്ലിക് സദസ്സ് നാടിപ്പാറ പിറവി വായനശാലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലൈബ്രറി കൌൺസിൽ താലൂക്ക് സെക്രട്ടറി NS വിദ്യാധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി M. രാജേഷ് മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല ജോർജ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിത ജനൻ, പഞ്ചായത്ത് അംഗം സബിത സതീഷ് കുമാർ, VS സുബീഷ്, മഞ്ജു സജി എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ ആദരിച്ചു. എന്താണ് തുടങ്ങിയത്? വൈവിധ്യം എന്തിനാണ് നമ്മൾ അംഗീകരിക്കുന്നത്? വൈവിധ്യമേ ഉള്ളൂ, പക്ഷെ അതെന്തിനാ അംഗീകരിക്കണം? നോക്കൂ, ഈ വൈവിധ്യമാർന്ന് ഇത്ര ആൾക്കാരിയ്ക്കുന്നുണ്ടെങ്കിലും നമ്മുടെ എല്ലാം വികാരങ്ങൾ പലതും ഒന്നാണ്. അതൊരു ഉദാഹരണമാണ് ചണ്ടാല ഭിക്ഷുകി എന്ന കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന് പറയുന്ന കവിതയിലെ ഒല്ലൂർ ചിയാരം സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡിന്റെ രണ്ടാമത്തെ ശാഖ പൂച്ചിനിപ്പാടത്ത് ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് പൂച്ചിനിപ്പാടം ലിറ്റിൽ ഫ്ലവർ പള്ളി വികാരി ഫാദർ ജിയോ പള്ളിപ്പുറത്തുകാരൻ ഉദ്ഘാടനം നിർവഹിക്കും. ഫാദർ വർഗീസ് കുത്തൂരിന്റെ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ വിശിഷ്ടാതിഥിയായ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരെ ആദരിക്കും. പെരിഞ്ചേരി സേക്രഡ് ഹാർട്ട് ചർച്ച് വികാരി ഫാദർ ജോ പടയാട്ടിൽ അനുഗ്രഹ പ്രഭാഷണവും ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ജീവകാരുണ്യ സഹായ വിതരണവും നടത്തും. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ ഫാദർ വർഗീസ് കുത്തൂർ, മാനേജിംഗ് ഡയറക്ടർമാരായ ആൻഡോ ജോസഫ് പട്ടേക്കാരൻ, ആന്റണി വർക്കി എരിഞ്ഞേരി, സീനിയർ മാനേജർ ബാബു C. മന്നളി എന്നിവർ പങ്കെടുത്തു. വളരെ പാരമ്പര്യമുള്ള സാധു സംരക്ഷണ സംഘം, ഇതിൻ്റെ കുറീസ് വിഭാഗം പൂച്ചുണ്ണിപ്പാടത്ത് രണ്ടാമത്തെ ബ്രാഞ്ച് ആരംഭിക്കുകയാണ്. 83 വർഷം പാരമ്പര്യമുള്ള ഈ ഒല്ലൂര് പ്രദേശം നാനാജാതി മതസ്ഥരായിട്ടുള്ളവർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അവരെ ഒന്ന് ഉയർത്താനും താങ്ങാനും സാധിക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധു സംരക്ഷണ സംഘത്തിൻ്റെ വിവിധ തലങ്ങളിലൂടെ ലഭിക്കുന്ന എല്ലാ ധനാഗമ മാർഗങ്ങളും ഈ ഒരു നിയോഗത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. വേറെ ഒരു തരത്തിലും അതിൻ്റെ ലാഭം മറ്റു തരത്തിലൊന്നും പോകുന്നില്ല എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറച്ചും കൂടി വിപുലമാക്കാനായിട്ട് പൂച്ചിന്നിപ്പാടം ഭാഗത്ത് അവിടെയുള്ള വല്ലച്ചിറ, ചേർപ്പ്, പെരിഞ്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ, അത് നാനാജാതി മതസ്ഥരായിട്ടുള്ളവർക്ക് ഇതിൻ്റെ മെച്ചമുണ്ടാകണം. പല രീതിയിൽ ചികിത്സ സഹായമാകാം, അനേകരെ നമ്മൾ സഹായിക്കാനായിട്ട് തയ്യാറാകുന്നത്. ഇത്രയും ഞാൻ ജനറലായിട്ടൊന്ന് പറഞ്ഞ് നിങ്ങളുടെയൊക്കെ വലിയ സഹകരണം ഈ ഒരു വാർത്ത സാധിക്കുന്ന ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുള്ള സ്നേഹപൂർവമായ ഒരു നിർദ്ദേശം തരികയാണ്. പാവപ്പെട്ടവരും അശരണരും അർഹിക്കുന്നവരുമായ എല്ലാ ജനവിഭാഗങ്ങൾക്കും, പ്രത്യേകിച്ച് ജാതി, മത, വർണ്ണ, ലിംഗഭേദമന്യേ എല്ലാവരിലേക്കും ആ സഹായം എത്തിക്കാൻ ഈ 83 വർഷക്കാലവും സാധു സംരക്ഷണ സംഘം അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വിനിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്തുത്യർഹമായ ഒരു കാര്യമാണ്. ഈ വരുന്ന 19-ാം തീയതി വ്യാഴാഴ്ച രണ്ടാമത്തെ ബ്രാഞ്ച് പൂച്ചിനിപ്പാടം സെൻറ്ററിൽ ഊരകത്തിനടുത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ ഊരകവും പൂച്ചിനിപ്പാടവും ചേർപ്പും പെരിഞ്ചേരിയും വല്ലച്ചിറയും അടങ്ങുന്ന ആ പ്രാന്തപ്രദേശങ്ങളിലേക്ക്
ഒത്തിരി സഹായ വാഗ്ദാനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിച്ചെല്ലാൻ പോകുന്നത്. സ്ഥാപനങ്ങളിലെയും വരുമാനത്തിന്റെ ലാഭം മുഴുവൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഈ സ്ഥാപനത്തിൽ നിന്ന് പല ആളുകൾക്കും വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ലാഭത്തിന്റെ വീതം കൊണ്ട്. അതുപോലെ ജീവകാരുണ്യത്തിൽ അസുഖമായി കിടക്കുന്ന എല്ലാവരെയും ഇവിടെ അന്വേഷണങ്ങൾ നടത്തി അവർക്ക് വേണ്ട ഇതിൻ്റെ ലാഭത്തിൻ്റെ വിധത്തിൽ നിന്നും ചികിത്സാ സഹായങ്ങൾ നൽകി വരുന്നുണ്ട്. അതുപോലെ പല നിർഗതരായ മക്കൾക്ക് നഴ്സിംഗ് മറ്റു പഠനങ്ങൾക്കും നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്നും അർഹമായവർക്ക് ഇതിൻ്റെ പഠനത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാലത്തെയും ലാഭം ജീവകാരുണ്യത്തിന് മാത്രം നടത്തും. വർഷത്തിൽ എല്ലാ പൊതുയോഗത്തിലും മറ്റു പല വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്നും അവരുടെ അപേക്ഷകൾ സ്വീകരിച്ച് അവരെയും സഹായിക്കുന്ന ഒരു സ്ഥാപനമാണ്. കേന്ദ്ര ചിട്ടി നിയമം അനുസരിച്ച് സർക്കാർ നിയമങ്ങൾക്ക് വിധേയമായി തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും അധികം കുറികൾ തുടങ്ങുന്ന ഒരു സ്ഥാപനമാണ് സാധു സംരക്ഷണ സംഘം കുറീസ് ലിമിറ്റഡ്. ഇതിൻ്റെ 2013 കേന്ദ്ര ചിട്ടി നിയമം വന്നതിന് ശേഷം ഏകദേശം 80-ലധികം കുറികൾ ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യത്തെ ശാഖ ചിയാരത്തും പുതിയ രണ്ടാമത്തെ ശാഖയായിട്ട് പൂച്ചിനിപ്പാടത്ത് 19-ാം തീയതി രാവിലെ 9 മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ നാട്ടിലെ ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസമാണ് കുറികൾ നല്ല രീതിയിൽ തുടങ്ങാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പൂച്ചിനിപ്പാടത്തും അതുപോലെ തന്നെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിൽ കാർപ്പകം അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷനിൽ നിന്നും ഡോക്ടറേറ്റ് നേടി പറപ്പൂക്കര സ്വദേശിനി അഞ്ജു ഷിനോജ്. ചൂരക്കാട്ടുകര ഇടശ്ശേരി വളപ്പിൽ മോഹനൻ മീന ദമ്പതികളുടെ മകളും നെടുമ്പാൾ കരിമ്പനയ്ക്കൽ ഷിനോജിന്റെ ഭാര്യയുമാണ്. നിലവിൽ ചിറ്റിലപ്പള്ളി IES എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവിയാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ കൊടകര ബ്ലോക്ക് വാർഷിക സമ്മേളനം ശനിയാഴ്ച രാവിലെ 9:30 പുതുക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിക്കും. KSSPU ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നതനുസരിച്ച് ഒരാൾക്ക് ദിവസം 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം ലഭിക്കണം. ഉറക്കക്കുറവ് മാത്രമല്ല, വൈകിയുള്ള ഉറക്കവും ആരോഗ്യത്തെ നശിപ്പിക്കും. ചിലർക്ക് ജോലി തിരക്കുകൊണ്ടും മറ്റു ചിലർക്ക് ജീവിത രീതി കൊണ്ടും വൈകിയുള്ള ഉറക്കം ശീലമാണ്. വൈകി ഉറങ്ങുന്ന ശീലവും ഉറക്കക്കുറവും ശരീരത്തിനുണ്ടാക്കുന്ന ദോഷങ്ങളെക്കുറിച്ച് അറിയാം. ശരീരം നന്നായി ആരോഗ്യകരമായി ഭക്ഷണം കഴിച്ച കൃത്യമായി വ്യായാമം ചെയ്തിട്ട് വൈകി ഉറങ്ങിയാലോ? ചെയ്തതിനൊന്നും ഒരു ഫലവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ശരീരഭാരം വർദ്ധിക്കുകയും ചെയ്യും. അതായത് വൈകിയുള്ള ഉറക്കം ശരീരഭാരം വർദ്ധിക്കാനിടയാക്കും. ഉറക്കം മോശമാകുമ്പോൾ വിശപ്പ് ഹോർമോണുകളായ ഗ്രലിൻ, ലെപ്റ്റിൻ എന്നിവയുടെ സന്തുലിതാവസ്ഥ തടസ്സപ്പെടുന്നു. ഗ്രലിന്റെ അളവ് കൂടുകയും വിശപ്പ് വർദ്ധിക്കുകയും ചെയ്യും. അതേസമയം ലെപ്റ്റിന്റെ അളവ് കുറയുകയും ചെയ്യുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ ഉയർന്ന കലോറി ഭക്ഷണം, ലഘുഭക്ഷണങ്ങൾ എന്നിവ കഴിക്കാൻ തോന്നും. ഈ ഭക്ഷണശീലം ശരീരഭാരം വർദ്ധിക്കാൻ ഇടയാക്കുന്നു. മോശമായ ഉറക്കം രോഗപ്രതിരോധ സംവിധാനത്തെ മോശമാക്കും. ശരീരം അണുബാധകളെ ചെറുക്കാതെ വരും. ഉറക്കത്തിനിടയിലാണ് അണുബാധകളെ ചെറുക്കാനും നീർവീക്കം കുറയ്ക്കാനും സഹായിക്കുന്ന സൈറ്റോകൈൻ തന്മാത്രകളുടെ ഉൽപ്പാദനം നടക്കുന്നത്. ഉറക്കക്കുറവുണ്ടാകുമ്പോൾ ഇവയുടെ ഉൽപ്പാദനം കുറയുന്നു. അത്തരത്തിലുള്ള സംരക്ഷണ പ്രതികരണങ്ങൾ അടിച്ചമർത്തുന്നത് രോഗപ്രതിരോധ ശേഷി കുറയാനിടയാക്കുന്നു. ഇത് കാലക്രമേണ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ദുർബലമാക്കുകയും വിട്ടുമാറാത്ത രോഗങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന എന്നീ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുമായി ബന്ധപ്പെട്ട പരാതികൾ സ്വീകരിക്കുന്നതിന് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ ജില്ലാ ഓംബുഡ്സ് പേഴ്സൺ ഫെബ്രുവരി 19 രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ക്യാമ്പ് സിറ്റിംഗ് നടത്തും. സിറ്റിംഗിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഗുണഭോക്താക്കൾ, മേറ്റുമാർ, പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികൾ, ജീവനക്കാർ തുടങ്ങിയവർക്കും പ്രധാനമന്ത്രി ആവാസ് യോജന ഗുണഭോക്താക്കൾക്കും പരാതികളും നിർദ്ദേശങ്ങളും ജില്ലാ ഓംബുഡ്സ് പേഴ്സൺ മുമ്പാകെ പരാതികളും നിർദ്ദേശങ്ങളും നൽകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും.
തൃശൂർ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച ജോബ് ഡ്രൈവ് നടത്തുന്നു. 4 പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന ജോബ് ഡ്രൈവിൽ വിവിധ മേഖലകളിൽ നിന്നായി 200-ലധികം തൊഴിൽ അവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ് സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,340 രൂപയും പവന് 1,14,720 രൂപയും രേഖപ്പെടുത്തി. കല്ലൂർ കോട്ടായി കാരണത്ത് ചോഴി സുരേന്ദ്രൻ അന്തരിച്ചു. 55 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12-ന് മതിക്കുന്ന് ശാന്തി തീരം ശ്മശാനത്തിൽ. കല്ലൂർ ഞെള്ളൂർ കഞ്ചേരി വീട്ടിൽ സഹദേവൻ അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ രാധയാണ് ഭാര്യ. രശ്മി, രേഖ, പരേതനായ സംഗീത് എന്നിവർ മക്കളും ജയൻ, രമേശ്, രമ്യ എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ SN പുരം പെരുമറത്ത് പരേതനായ സുബ്രഹ്മണ്യന്റെ ഭാര്യ വിലാസിനി അന്തരിച്ചു. 91 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശിവരാമൻ, അംബിക, സുഭാഷ് എന്നിവർ മക്കളും ബീന, പ്രതാപ് സിംഗ്, അനിത എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പിതൃമോക്ഷം തേടി പിതൃതർപ്പണം നടത്തി നിരവധി പേർ. ക്ഷേത്രങ്ങളിൽ വൻ തിരക്ക്. വലിയ നോമ്പാചരണത്തിന്റെ തുടക്കം കുറിച്ച് ക്രൈസ്തവർ വിഭൂതി തിരുനാൾ ആചരിച്ചു. സ്വരാജ് ട്രോഫി പുരസ്കാരത്തിന് ജില്ലാതലത്തിൽ 1-ാം സ്ഥാനം മുരിയാട് ഗ്രാമപഞ്ചായത്തിനും 2-ാം സ്ഥാനം നന്മണിക്കര ഗ്രാമപഞ്ചായത്തിനും. പാലപ്പിള്ളിയിൽ വീട്ടുകാരെ മുൾമുനയിൽ നിർത്തി കാട്ടുകൊമ്പൻ. കുണ്ടായി ചക്കിപ്പറമ്പിലാണ് പാടിക്ക് സമീപമായിരുന്നു കാട്ടാനയുടെ പരാക്രമം. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. മറ്റത്തൂരിലെ കൊടുങ്ങച്ചെറിയുടെ 2-ാം ഘട്ട വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്ന ആവശ്യമുയരുന്നു. ജലക്ഷാമം പരിഹരിക്കാനാകുമെന്ന് നാട്ടുകാർ. കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും പറപ്പൂക്കര പന്തല്ലൂർ ഇറിഗേഷൻ സംവിധാനം പ്രവർത്തിപ്പിക്കാത്തതിൽ പ്രതിഷേധവുമായി BJP. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.